നമ്മളെല്ലാവരും അക്ഷരമുറ്റം ക്വിസിന് പ്രിപ്പയർ ചെയ്യാണ്, ശരിയല്ലേ? ഓഗസ്റ്റ് 14 സ്കൂൾ തലം മുതൽ ആരംഭിക്കുന്ന വിവിധ ഘട്ടങ്ങളായിട്ടുള്ള മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ വരെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. നമ്മളപ്പോൾ ഓരോ അക്ഷരമുറ്റത്തിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, ചേട്ടൻ ഇതുവരെ 5 അക്ഷരമുറ്റത്തിന്റെ വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ലിങ്ക് ചേട്ടൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കമന്റിലും ഉണ്ട്, ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ടും കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 ജൂലൈ 18 വന്ന അക്ഷരമുറ്റത്തിൽ നിന്നുള്ള മാക്സിമം ചോദ്യങ്ങളാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള പത്രങ്ങളിൽ നിന്നും അക്ഷരമുറ്റത്തിൽ നിന്നുമാണ് കൂടുതലായിട്ടും ചോദ്യം വരാനുള്ള സാധ്യത. അതിൽ തന്നെ അക്ഷരമുറ്റത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ട്, അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന വേറെ പേരും ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ എല്ലാ ഓർഗാനിസിനും ശാസ്ത്രീയമായിട്ട് ഇതുപോലൊരു പേരുണ്ട്. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ, ഒരു ജീവിയുടെ ശാസ്ത്രീയമായിട്ടുള്ള പേരാണ് മക്കളിവിടെ സ്ക്രീനിൽ കാണുന്നത്. ചേട്ടനത് വായിക്കാം. ലാംപൈറസ് നൊക്റ്റിലൂക്ക. ഓക്കെ, അപ്പോൾ ഏത് ഓർഗാനിസിൻ്റെ ആണെന്നാണ് മക്കൾ പറയേണ്ടത്. ചേട്ടൻ ക്ലൂ തരാം. അതിൽ നൊക്റ്റീന്ന് കണ്ടോ, നൊക്റ്റേണൽ എന്നൊക്കെ വെച്ചാൽ രാത്രി എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, പിന്നെ ലൂക്ക എന്നൊക്കെ കണ്ടോ, തിളങ്ങുന്ന എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പോൾ രാത്രി നമ്മൾ കാണുന്ന തിളങ്ങുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ, ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ ഒരു ഓർഗാനിസം എന്നാണ് പറയേണ്ടത്. അപ്പോൾ മക്കളെല്ലാവരും ഒന്ന് ആലോചിച്ച്, രാത്രി കാണുന്ന തിളങ്ങുന്ന, ഓക്കെ, ഒരു ജീവി ഏതാണ്? അപ്പോൾ അതാണ് രാത്രി കാണുന്ന തിളങ്ങുന്ന ജീവി. അപ്പോൾ തന്നെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ചേട്ടൻ്റെ ആൻസർ പറയാണ്, നമ്മൾ മിന്നാമിനി എന്ന് വിളിക്കുന്ന മിന്നാമിനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഫയർഫ്ലൈ എന്ന് എഴുതാം, മിന്നാമിനിങ് എന്ന് എഴുതാം, രണ്ട് എഴുതിയാലും ശരിയാണ്. അപ്പോൾ മക്കൾ ആദ്യം ഈ ഒരു വേർഡ് കണ്ടപ്പോൾ വിചാരിച്ചായിരുന്നോ മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന്? ഓക്കെ, പക്ഷെ നിങ്ങൾ ഗസ് ചെയ്ത് ശരിയാക്കിയില്ലേ? അപ്പോൾ കിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ കിസ് ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഗസ് ചെയ്ത് ശരിയാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹാപ്പിയാണ്. അപ്പോൾ മക്കളെല്ലാം ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ മക്കളെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിട്ടായിരിക്കും ഈ ഒരു മിന്നാമിനിങ് ഇങ്ങനെ മിന്നി തിളങ്ങുന്നതെന്ന്? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിച്ചവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം. മിന്നാമിനിങ്ങിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു ഏതാണ്? ഉത്തരം ലൂസിഫെറിൻ ആണ്. ഓക്കെ, ലൂസിഫെറിൻ എന്ന കെമിക്കലും പിന്നെ ലൂസിഫെറൈസ് എന്ന് പറഞ്ഞ എൻസൈമും കൂടി ആക്ട് ചെയ്യുമ്പോൾ ആണ് ഈ ഒരു മിന്നാമിനിയുടെ പ്രകാശം ഉണ്ടാകുന്നത്. അപ്പോൾ മക്കളെ ലൂസിഫെറിൻ എന്തായാലും എഴുതണം, ലൂസിഫെറൈസും കൂടി എഴുതിയാൽ നല്ലത്. ഓക്കെ, മക്കളെല്ലാവരും ഇന്ന് ഫുഡ് കഴിച്ചില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചാൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഫുഡ് കഴിക്കുമ്പം ആ ഒരു ഫുഡിലുള്ള എനർജി ഇല്ലേ, അപ്പോൾ ആ എനർജി എന്ത് ചെയ്യും? ബോഡി ശേഖരിച്ച് വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ശേഖരിച്ച് വെക്കുന്നത് ATP മോളിക്യൂളിൻ്റെ ഫോമിലാണ്. അപ്പോൾ ആ ഒരു ATP മോളിക്യൂളിൻ്റെ ആ ഒരു തന്മാത്രയുടെ പടമാണ് ചേട്ടൻ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മിന്നാമിനിയിലും ഈ ഒരു ATP ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താണ് ഈ ഒരു ATPയുടെ പൂർണ്ണരൂപം? അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ ചേട്ടൻ ഒന്നുകൂടി പറയാം, ATPയുടെ പൂർണ്ണരൂപം എന്താണ്? മക്കൾക്ക് ഇത് അറിയില്ലെങ്കിലും ചേട്ടനൊരു ഹെൽപ്പ് ചെയ്യാം. കുറേ റിങ് പോലൊരു സംഭവം കണ്ടോ, അപ്പോൾ അതിൻ്റെ പേര് അഡിനോസിൻ എന്നാണ്. ഓക്കെ, അപ്പോൾ അഡിനോസിൻ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് PPP എന്ന് കണ്ടോ, 3 ഫോസ്ഫേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അഡിനോസിനും ഉണ്ട്, പിന്നെ 3 ഫോസ്ഫേറ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടി വെച്ചാൽ അപ്പോൾ ഈ ഒരു ATPയുടെ ഫുൾ ഫോം ആയി. മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ ആൻസർ പറയാൻ പോവാണ്. അപ്പോൾ ആർക്കെല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് പേപ്പർ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അഡിനോസിൻ ഉണ്ട്, പിന്നെ 3 ഫോസ്ഫേറ്റ് ഉണ്ട്. 3-ന് പറയുന്ന പേര് ട്രൈ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ചേട്ടൻ ആൻസർ പറയാണ്, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അപ്പോൾ മക്കൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പേര് വന്നതെന്ന് മനസ്സിലായോ? അതായത് അഡിനോസിൻ ഉണ്ട്, പിന്നെ 3 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ 3 ഫോസ്ഫേറ്റ് ഉള്ളതിനെ നമ്മൾ എന്താ പറയും? ട്രൈ ഫോസ്ഫേറ്റ് എന്ന് പറയും. കാരണം എന്താ? ട്രൈ എന്ന് വെച്ചാൽ 3 ഓക്കെ, അതുകൊണ്ട് പേര് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അപ്പം നമുക്ക് മനസ്സിലായി ചില ജീവികൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ജീവികൾക്ക് പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെ നമ്മളൊരു പ്രത്യേക പേരിലാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് ജീവികളുടെ പ്രകാശം പുറപ്പെടുവിക്കാനുള്ള ആ ഒരു കഴിവിന് പറയുന്ന പേര്? മക്കൾ ഇതുപോലെ കണ്ടിട്ടുണ്ടോ? അതായത് ഈ കുമ്പളങ്ങി നൈസ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു പടത്തിൽ കാണിക്കുന്നില്ലേ, അതായത് ഒരു നീല കളറാകുന്ന, ആ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ നീല കളറാകുന്ന കണ്ടില്ലേ? അപ്പോൾ അതല്ല ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഇനി ആ പടം കാണുമ്പോൾ നോക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ബയോലുമിനസെൻസ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അതിൽ ബയോ എന്നുള്ളത് ജീവജാലത്തിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അതുപോലെ ലുമിനസെൻസ് ഉള്ളത് ആ ഒരു പ്രകാശത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറിയില്ലാന്ന് വിചാരിക്കും ബയോളജിയിലുള്ള. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മക്കൾക്ക് അറിയുന്ന ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു പേരങ്ങ് എഴുതിയാൽ മതി, മിക്കവാറും അത് ശരിയാവും. ബയോളജിയിൽ എല്ലാ പേരും വരുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ ആ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിയാത്തൊരു ക്വസ്റ്റ്യൻ വന്നാലും ജസ്റ്റ് ഗസ് ചെയ്യുക, മിക്കവാറും അത് ശരിയാവും. ഓക്കെ, നമ്മുടെ മിന്നാമിനിങ് പ്രകാശം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിച്ച ഈ ഒരു ലൂസിഫെറിനും ലൂസിഫറൈസൊക്കെ കണ്ടെത്തിയ ആളുടെ പടമാണ്
മക്കൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? ഉത്തരം റാഫേൽ ഡ്യുബോയിസ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഫ്രം ദ എർത്ത് ടു ദി മൂൺ, അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ജൂൾസ് വെർണി. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യ ഏത് രാജ്യവുമായിട്ട് ചേർന്ന് നടപ്പാക്കുന്ന ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ലൂപ്പെക്സ് എന്നത്? ലൂപ്പെക്സിന്റെ പൂർണ്ണരൂപം കൂടി മക്കളൊന്ന് നോക്കണം, അതായത് ലൂണർ പോളർ എക്സ്പ്ലോറേഷൻ. അപ്പോൾ ചേട്ടൻ്റെ ഉത്തരം പറയാണ് ജപ്പാനാണ്. ഓക്കെ, ജപ്പാനിലെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ജക്സെ ആയിട്ട് ചേർന്നിട്ടാണ് ISRO ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3 പോലെ ജപ്പാന്റെ ചന്ദ്രനിൽ ഇറങ്ങിയ പര്യവേഷണ ദൗത്യത്തിന്റെ പേരാണ് സ്ലിം എന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സ്ലിമ്മിന്റെ പൂർണ്ണരൂപം? ബേസിക്കലി അതൊരു ലാൻഡറാണ്. പിന്നെ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മൂണിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കൾ പറയണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ പൂർണ്ണരൂപമായിട്ട് വരിക. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ ആൻസർ പറയാണ് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. ചൈനയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാങ് ഇ എന്നത്. അതുപോലെ റഷ്യയുടെ ദൗത്യമാണ് ലൂണ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണ് ചോദ്യം ഇതാണ്, ആർട്ടിമിസ് മിഷന് നേതൃത്വം നൽകുന്ന രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയുടെ നാസയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ ലക്ഷ്യമിടുന്ന ഒരു ദൗത്യത്തിന്റെ പേരാണ് മെങ്സു എന്നത്. ഓക്കെ, ഇത് ഏത് രാജ്യത്തിന്റെ ദൗത്യമാണ്? ചേട്ടൻ ഉത്തരം പറയാണ് ചൈനയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ ഹെൽപ്പ് ചെയ്ത ഇന്ത്യൻ ദൗത്യം ഏതാണ്? ചേട്ടൻ ഉത്തരം പറയാണ് ചാന്ദ്രയാൻ 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ മാറിപ്പോയത് ചാന്ദ്രയാൻ 1 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ കോളനികൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫൗണ്ടർ, അതിന്റെ സ്ഥാപകന്റെ പടമാണ് മക്കളെ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ആരാണ് ഇദ്ദേഹം? അപ്പോൾ ചോദ്യം ഇതാണ്, സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഇലോൺ മസ്ക്. നമുക്കറിയാം, ഇന്ത്യൻ സമയം അനുസരിച്ച് 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങുന്നത്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ. അപ്പോളോ 11 ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ചന്ദ്രനിലേക്ക് എത്തുന്നത്. രണ്ടാമതായി എഡ്വിൻ ആൽഡ്രിൻ ഇറങ്ങുവാണ്. പിന്നെ ഇവരെ കൂടാതെ മൈക്കിൾ കോളിൻസും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അപ്പോളോ 11 എന്ന പേടകം നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചാന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഈ ഒരു ജൂലൈ 21 നമ്മൾ ചാന്ദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെയാണ് ചോദ്യം ഇതാണ്, ഏത് സ്ഥലത്താണ്, ചന്ദ്രനിലെ ഏത് സ്ഥലത്താണ് ഇവർ ഇറങ്ങിയത്? ഉത്തരം സിഒ ട്രാങ്കിലിറ്റി അഥവാ പ്രശാന്ത സമുദ്രം അല്ലെങ്കിൽ പ്രശാന്തിയുടെ സമുദ്രം, അങ്ങനെയൊക്കെ എഴുതാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായിട്ട് കണക്കാക്കപ്പെടുന്ന ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ചേട്ടൻ ഉത്തരം പറയാണ് ജൂപ്പിറ്റർ അഥവാ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ് എന്നത്. മക്കൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വംശജയായ വുമൺ ആയിട്ടുള്ള സുനിത വില്യംസ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തിയ വനിത എന്ന റെക്കോർഡും സുനിത വില്യംസിന്റെ പേരിലാണ്. അപ്പൊ ചോദ്യം ഇതാണ്, അവസാനമായിട്ട് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയ പേടകം ഏതാണ്? മക്കളെല്ലാവരും ഇത് സംബന്ധിച്ച ന്യൂസ് പേപ്പറിലോ വായിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പൊ ചേട്ടൻ ആൻസർ പറയാണ് ബോയിങ് സ്റ്റാർലൈനർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിന് ആൻസർ പറയുന്നത് മക്കളാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഒരാൾ മലയാളിയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ പടമാണ് മക്കൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ആരാണ് ഈ മലയാളി? അപ്പോൾ മക്കൾ എല്ലാവരും ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് കമന്റ് ചെയ്യുക. ഓക്കെ, അത് കൂടാതെ എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ മക്കളെ പഠിച്ച കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യം അതിന് ഉത്തരം കൂടി ജസ്റ്റ് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. പറ്റുവാണെങ്കിൽ മക്കളെ പേരോ സ്കൂളോ കമന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, കൊതുക് പരത്തുന്ന ഒരു രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് ടാക് 003 എന്നത്. ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് ഇത്? അപ്പോൾ മക്കൾ കുറേ പേര് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടാ പേര് പറയാം. ഓക്കെ, അപ്പോൾ ഗൗരികയുണ്ട്, സന്യാസ്നേഹയുണ്ട്, ഭഗത് ഉണ്ട്, ഭാഗ്യരഞ്ജിത്ത് ഉണ്ട്, ആരുഷി ലിനീഷ് ഉണ്ട്, ഭഗത് ദേവദാസ് ഉണ്ട്, അനീല വിജിത്ത്, നവനീത്, ദേവാനന്ദ്, അനന്തജിത്ത്, ഫഹ്മ, മിൻസാര, നിഷ സന്തീഷ്, അഫീല, അനന്യ, ദേവദാസ്, ദുൽഖഷ് ജംഷാദ്, പിന്നെ ഈ ടെക്നോ എന്ന് പറഞ്ഞ പ്രൊഫൈലുണ്ട്, ഷീബയുണ്ട്, പിന്നെ അതുൽ വാര്യർ ഉണ്ട്, അമീഷ് ഉണ്ട്, വേദലക്ഷ്മി ആര്യനുണ്ട്, ദേവനുണ്ട്, ഐശ്വര്യ ആര്യനുണ്ട്, ദിവ്യ മഞ്ജീഷ് ഉണ്ട്, ലയ ഉണ്ട്, അനന്തജിത്ത് ഉണ്ട്, ഋദ്രുദ്വാൻ ഉണ്ട്, നവാമി നിവേദ ഉണ്ട്, പിന്നെ അബു തൊൽഹത്ത് ഉണ്ട്, അലീൻ്റെ ഉണ്ട്, മിൻസാര ഉണ്ട്, നന്ദന ഉണ്ണികൃഷ്ണൻ ഉണ്ട്, അഭിരാം ഉണ്ട്, ഇഷാന, അദിത്ത്, ശ്രീലേഖ, പിന്നെ ശിവദാസനുണ്ട്, പിന്നെ സിന്ധു, രേഷ്മ അനിൽ, കവിത ദാമോദരൻ,
അല്ലു അനുണ്ട്. കുറേ പേര് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം താങ്ക്സ് പറയാണ്. ഓക്കെ. പിന്നെ ചേട്ടാ നിങ്ങളെ പാഠഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചില വീഡിയോസ് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് നോക്കിയാൽ അത് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കിസ്സ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ 18 ജൂലൈ 2024 അക്ഷരമുറ്റം പരമാവധി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടാൻ പറ്റാത്ത അക്ഷരമുറ്റത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളൊരു ലൈവ് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 13-ാം തീയതി വൈകിട്ട് 6 മണി മുതലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ പറ്റുവാണെങ്കിൽ അതിന് ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ മക്കൾ എല്ലാവരും സമ്മാനം കിട്ടാനായിട്ട് സൂപ്പറായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.